friends, welcome to my YouTube channel Haru and Tanu. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എളുപ്പം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാപ്സിക്കം ചിക്കൻ മസാലയാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പകുതി ചെറുനാരങ്ങയുടെ നീര് എന്നിവ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. മസാല ഒന്ന് ചിക്കനിൽ നല്ലവണ്ണം പിടിക്കട്ടെ, എന്നിട്ട് ബാക്കി സ്റ്റെപ്സിലേക്ക് പോകാം. അരമണിക്കൂറിന് ശേഷം നമുക്കൊരു കടായി ഗ്യാസിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗരം മസാല മിക്സ് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം, തക്കോലം എന്നിവയാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. ഇതിന്റെ മെഷർമെന്റ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ലൊരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിക്ക് കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ നമുക്ക് ഒരു പച്ചമുളക് കൂടി ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വളരെ നല്ലൊരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള 3 എണ്ണം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള 3 സവാളയാണ് എടുത്തേക്കുന്നത്. ഇനി ഈ സവാളയ്ക്കും മസാലയ്ക്കും ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ ചിക്കനിൽ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ സവാള നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. സവാള ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല. സവാള ഒന്ന് ട്രാൻസ്പെറന്റ് ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിഡ് വെച്ച് അടച്ച് കുറച്ചു നേരം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാഷ്യൂസ് അരച്ചെടുക്കാനുണ്ട്. ഞാനിവിടെ 10 കാഷ്യൂസ് ആണ് എടുത്തേക്കുന്നത്. ഈ കാഷ്യൂസ് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയിൽ ആദ്യം ഈ കാഷ്യൂസ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഒന്നുകൂടി ഒന്ന് പേസ്റ്റ് ആക്കി എടുത്താൽ മതി. ഇങ്ങനെ അരച്ചെടുത്തേക്കുന്ന കാഷ്യൂ പേസ്റ്റ് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കറിയാവുന്നതുപോലെ കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി വളരെ നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ റിച്ച് ആയിട്ടും കിട്ടും. സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാപ്സിക്കം നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ്ഡ് സവാള സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ലിഡ് വെച്ച് അടച്ച് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 to 25 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. കണ്ടോ, നമ്മുടെ ചിക്കൻ ഇവിടെ കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്കൊരു പിഞ്ച് ഗരം മസാല ഒന്ന് തൂക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കറിവേപ്പിലയോ മല്ലിയിലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഗ്രേവി കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നല്ല ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി തിളപ്പിച്ചാൽ മതി. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കാപ്സിക്കം ചിക്കൻ മസാല ഇവിടെ റെഡിയാണ്. ഇത് ചപ്പാത്തിയുടെയും ബ്രെഡിൻ്റെയും അതുപോലെ തന്നെ പൂരി, ഇടിയപ്പം, ആപ്പം, ചോറ് എന്നിവയുടെ ഒപ്പം വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹലു ആൻഡ് താനു. ബൈ.